Hello everyone, welcome back to Kettion's Kitchen. Kettion's അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ഒരു പുതിയ വെറൈറ്റി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവരത് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റമാണ് എല്ലാവർക്കും സുപരിചിതമായ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഗോബി മഞ്ചൂരിയനിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഫുൾ കോളിഫ്ലവർ ഇങ്ങനെ നുറുക്കിയത്, 2 സവാള നല്ലോണം കൊത്തി അരിഞ്ഞ് ഇത്ര നൈസായിട്ടുള്ള പരുവത്തിൽ, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് മൈദ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് 2 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഗോബി ഫ്രൈ ചെയ്തെടുക്കുക, ഗ്രേവി ഉണ്ടാക്കുക, എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാണ്. അതിട്ട് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണെങ്കിൽ നല്ലത്, കളറും ഉണ്ടാവും, എരിവും കുറവായിരിക്കും. ഒരിത്തിരി മഞ്ഞൾപ്പൊടി, അത് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, കൈ ഉപയോഗിക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അതിനൊരു ചെറിയ കോട്ടിങ് വന്നു. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇടുക. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ കോൺഫ്ലോർ അതിലേക്ക് ഇടുക. വീണ്ടും മിക്സിങ്. കോൺഫ്ലോർ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. ഈ കോളിഫ്ലവറിൻ്റെ മുകളിലൊരു ഫുൾ കോട്ടിങ് വരണം. അതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കുറച്ച് വെള്ളമാണ് ഒഴിക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. പക്ഷേ വെള്ളം കൂടി പോരുത്, കാരണം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി പാടും. ഞാൻ ആദ്യം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ പൊടി നമ്മളിട്ടതെല്ലാം കോൺഫ്ലോറും മൈദ എല്ലാം കൂടി അതുമ്പോൾ നല്ലോണം കോട്ടായി. പക്ഷെ ഇത്തിരിയും കൂടി പൊടി അടിയിലുണ്ട്. അപ്പോൾ നമ്മളൊരു പൊടിക്കും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾ നോക്കി ഒഴിച്ചോളുക. അപ്പോൾ ഞാനിതിനെ നല്ലോണം മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. വല്ലാതെ വെള്ളവും ഇല്ല, എന്നാൽ ഭയങ്കര ഡ്രൈയും അല്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നു പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കോളിഫ്ലവർ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കഴുകിയ ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യരുത്, കാരണം അതിൻ്റെ അകത്തുള്ള വെള്ളവും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആകെ ഫുൾ വെള്ളമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോളിഫ്ലവർ കഴുകിയ ശേഷം ഒരു പേപ്പറിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്യുക. എന്നിട്ട് വേണം ഈ മിക്സ് ചെയ്യാനായിട്ട്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഡ്രൈ ആയി അതിലേക്ക് പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സംഭവം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ചട്ടി റെഡി. തീ കത്തിക്കുന്നു, എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. ഇനി അതൊന്ന് ചൂടാകാൻ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇത് 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഞാൻ ആദ്യം കുറച്ചിട്ടു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇളക്കരുത്. കാരണം ഇളക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ കോട്ടിങ് ഫുള്ള് പോവും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പതുക്കെ അധികം ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക, എല്ലാ വശവും ഫ്രൈ ആവാനായിട്ട്. വല്ലാണ്ട് ഇളക്കരുത്, ജസ്റ്റ് തിരിച്ചിടാനേ പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിക്കൊണ്ടിരിക്കണ കാണാം. അതിങ്ങനെ സെപ്പറേറ്റ് ആവും. വല്ലാണ്ട് ഇപ്പോഴും ഇളക്കരുത്, അന്ന് ആ കോട്ടിങ് ഒരിക്കലും അതിന്മേൽ നിന്ന് പോകാത്ത രീതിയിൽ
ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക. ഒരു 7 മിനിറ്റോളം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ അത് ഫുള്ളായിട്ടും അകത്തേക്കൊക്കെ നല്ലോണം ഫ്രൈ ആവുള്ളൂ. ഇപ്പോൾ നോക്കിയേ, എല്ലാം സെപ്പറേറ്റഡ് ആയി, കണ്ടോ? ഓരോന്നും സെപ്പറേറ്റ് ആയി. അതാണ് അതിൻ്റെ പരുവം. ഈ സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. അത് നിങ്ങളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്രിസ്പിനെസ് മനസ്സിലാവുന്നതുണ്ടോ? നല്ല കരാന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം നോക്കി, ഇതുണ്ടോ? ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല കറുമുറാന്ന് പറഞ്ഞിരിക്കും. ഇതിൻ്റെ അകത്തേക്കൊക്കെ നല്ലോണം വെന്ത് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അകത്ത് പക്ഷേ ഒരിത്തിരി സോഫ്റ്റായിട്ട് ഇരിക്കണമുണ്ടാവും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു കോളിഫ്ലവർ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഗ്രേവി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ തന്നെ കുറച്ച് ഇതിലേക്ക് ഒഴിക്കാമെന്ന് വെച്ചു. വെറുതെ എണ്ണ വേറെ എടുക്കണ്ടല്ലോ, അപ്പോൾ അതിനെടുക്കുക. ഒരു 3-4 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനിയത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ഇഞ്ചി ഇടുക. തീ മീഡിയം ഫ്ലെയിമിൽ മതി. അത് കഴിഞ്ഞാൽ വെളുത്തുള്ളി. എപ്പോഴും ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ആദ്യം എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നാലേ ആ എണ്ണയ്ക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ പിടിക്കുള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ത് ഉണ്ടാക്കുമ്പോഴും ഈ 3 സംഭവം ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ എണ്ണയിൽ വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടു. അതും കൂടി ഒന്ന് ഇപ്പോൾ തന്നെ ആ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ശരിക്കും കിട്ടും. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാള ഫുള്ളും അതിലേക്ക് മിക്സ് ചെയ്യുക. ഈ സവാളയുടെ പച്ചപ്പ് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിൻ്റെ പച്ചപ്പ് പോണോടം വരെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചപ്പ് പോയി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതിലേക്ക് സോയ സോസ് ഒരു 2-3 സ്പൂൺ. ഇപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഡാർക്ക് കളറൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 സ്പൂൺ വെച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ സോയ സോസ് ഒഴിച്ചു. ഒരു 1.5 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അധികം ടൊമാറ്റോ സോസ് കെച്ചപ്പ് ഒഴിക്കേണ്ട, മധുരം വരും. അപ്പോൾ ഒരു വൃത്തിയുടെ ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് തീ അധികം കൂട്ടി വയ്ക്കരുത്. ഈ സോയ സോസ് പെട്ടെന്ന് കരിഞ്ഞ് അടി പിടിക്കും. ഇതിലേക്ക് ഒരിത്തിരി ബ്ലാക്ക് സോൾട്ട്, അധികം ആവരുത്, കാരണം സോയ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കും. ഈ ഗോബി മഞ്ചൂരിയൻ നമുക്ക് 2 രീതിയിൽ കഴിക്കാം. ഒന്ന് വേണമെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ നല്ല ഡ്രൈ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂട്ടത്തിൽ കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ചപ്പാത്തിയുടെ കൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റോട്ടിയുടെ കൂടിയോ പൊറോട്ടയുടെ കൂടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രാത്രി അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഡ്രൈ ആക്കി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഗ്രേവി ആക്കി എടുക്കുക. 2 രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഗോബി ആഡ് ചെയ്യുന്നു. ദെൻ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ല ഡ്രൈ ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയനായി. ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പായി. കണ്ടോ, നമ്മൾ ആ മിക്സ് മുഴുവനും കൂടി ഇതിങ്ങനെ കോട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ സംഗതി ക്ലീൻ. വേറെ ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും ഇതിൻ്റെ മുകളിൽ ഒരു മേമ്പൊടിക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ പരുവത്തിലുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഗോബി മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരുവത്തിൽ നിർത്തിക്കൊള്ളുക. അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കാൻ പാകത്തിന് ആക്കുക. ഇപ്പോൾ നമുക്കിതൊരു തിക്ക് ഗ്രേവിയുടെ നിങ്ങളിപ്പോൾ കണ്ടോ, അത് ഇതൊരു തിക്ക് ഗ്രേവി പരുവത്തിലേക്ക് ചേഞ്ച് ആവും. അപ്പം നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുക, ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുക. ചോയ്സ് ഈസ് യുവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറക്കണ്ട. അപ്പോൾ കൂടുതൽ റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരയ്ക്കും ബൈ ബൈ.